ഹലോ കൂട്ടുകാരെ, മഞ്ഞൾപ്പൊടി നമുക്ക് ഉണങ്ങി പൊടിച്ചെടുക്കാം വീട്ടിൽ തന്നെ. കുർക്കുമീൻ നഷ്ടപ്പെടാതെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാം വീട്ടിൽ. ഞാനിവിടെ ഉണ്ടാക്കി. കണ്ടോ, ഇത്ര മഞ്ഞൾപ്പൊടി കിട്ടി. അത് പുഴുങ്ങാതെ ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് ഉണക്കി പൊടിച്ച് എടുക്കാം. കുർക്കുമീൻ നഷ്ടപ്പെടില്ല. കണ്ടോ, ഇതുപോലെ എല്ലാം കരിഞ്ഞ് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് പറിക്കാം കേട്ടോ. ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോകണം, അപ്പോൾ നമുക്ക് പറിക്കാം. കണ്ടോ, ചട്ടി നട്ടാണ്. ഞാനിവിടെ മണലിട്ട് നട്ടു. അത് കഴിഞ്ഞിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് വളമൊക്കെ ചെയ്തു. മണ്ണും മണലോടെ കൂട്ടി മിക്സ് ചെയ്തു നട്ടാണ്. അങ്ങനെ ചട്ടി നട്ട മഞ്ഞൾ ഇവിടെ വിളവെടുപ്പാണിത്. എന്നിട്ട് വൃത്തിയായിട്ട് കഴുകി വേരെല്ലാം കളഞ്ഞ് നമുക്ക് ഉണങ്ങി പൊടിച്ചെടുക്കാം. ഞാൻ 2.5 ദിവസം ഇട്ടേ ഉള്ളൂ. ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞുണങ്ങി. അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ഇടണം, 6 ദിവസമൊക്കെ ഇടണം. കണ്ടോ, ഇത്രയും കിട്ടി. നമുക്ക് വേരൊക്കെ കളഞ്ഞ് കഴുകി നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. തൊണ്ട് കളയണ്ട, മഞ്ഞളിൻ്റെ തൊണ്ട് കളയില്ല. പുഴുങ്ങിയ അതിൻ്റെ ഫലമെല്ലാം നഷ്ടപ്പെടും, കുർക്കുമീനൊക്കെ നഷ്ടപ്പെടും. ഇത് പുഴുങ്ങാതെ ഞാൻ ഉണ്ടാക്കുന്നത്. കണ്ടോ, ചട്ടിയിൽ ആദ്യമേ ഓട് കഷ്ണമൊക്കെ ഇട്ട് നട്ടത്. കണ്ടോ, ഓട് കഷ്ണം കണ്ടോ, മണലും മണ്ണോട് മിക്സ് ചെയ്തിട്ട് ഓട് കഷ്ണം ഇട്ട് നട്ടു വളർന്നു കഴിഞ്ഞിട്ട് വളമിട്ട് ചാണക സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. പുളിച്ച കഞ്ഞികളൊക്കെ ഒഴിച്ചു കൊടുത്തു. മഞ്ഞളിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയാലോ. മഞ്ഞൾ തേനോടെ കൂട്ടി, മഞ്ഞൾപ്പൊടിയും തേനോടെ കൂട്ടി നമുക്ക് കഴിച്ച തൊണ്ടവേദന മാറും. ഉറുമ്പൊക്കെ വരാതിരിക്കാൻ മഞ്ഞൾപ്പൊടി വിതറിയാൽ മതി. ഉറുമ്പുള്ള അടുത്തൊക്കെ, ചെടികൾക്കൊക്കെ ഉറുമ്പുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി വിതറും. എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും അറിയാലോ. കണ്ടോ, നല്ല മഞ്ഞൾ കിട്ടിയത് കണ്ടോ. ഇത് കഴുകി വേരെല്ലാം കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞ് നമുക്ക് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് വെയിലത്ത് കൊണ്ട് ഇടാം. വാട്ടണ്ട. വാട്ടിയെടുക്കുമ്പോൾ കുർക്കുമീനൊക്കെ നഷ്ടപ്പെടാലോ. ഒത്തിരി മഞ്ഞളുള്ളപ്പോൾ വാട്ടിയെടുക്കണം. ഇത് ഇച്ചിരി മഞ്ഞളേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇത് നൈസായിട്ട് അരിയുകയാണ്. വൃത്തിയായിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകുക. അപ്പോൾ മണ്ണെല്ലാം പൊക്കോളും. വേരെല്ലാം പറിച്ച് കളയാം. കണ്ടോ, ഒരു ഷീറ്റിലിട്ട് ഞങ്ങൾ നല്ലപോലെ കഴുകുകയാണ് വെള്ളം ഒഴിച്ച്. സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെ ചട്ടിയിൽ വളർത്താം. ഉണ്ടോ, നമ്മൾ കൊറോണ കാലത്ത് ഇഷ്ടം പോലെ മഞ്ഞൾപ്പൊടിയും പാലൂടെ കഴിച്ചതല്ലേ ധാരാളമായി. ഇത് കെമിക്കലൊന്നും ഇല്ലാത്ത വീട്ടിൽ പൊടിച്ച മഞ്ഞളാകുമ്പോൾ നല്ല ഗുണമുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയാകുമ്പോൾ മുഖത്തും തേക്കാം, സൗന്ദര്യത്തിന്. അകത്തോട്ട് കഴിക്കാം. ഇതാകുമ്പോൾ കുർക്കുമീൻ നഷ്ടപ്പെടുന്നില്ല. വാട്ടി ഉണങ്ങുമ്പോഴാണ് കുർക്കുമീൻ നഷ്ടപ്പെടുന്നത്. ഇതാകുമ്പോൾ പൊടിക്കുമ്പോൾ നല്ല മണം ഇതിന്. ഇത് മേടിക്കുന്നതിനേക്കാളും നല്ല കളറുണ്ട് ഇത് പൊടിച്ച് കഴിയുമ്പോഴേ. ഇത്രയും കിട്ടി. കണ്ടോ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നേരെ എന്നിട്ട് മണ്ണെല്ലാം പോട്ടെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു 1-2 തട എടുത്ത് മാറ്റി വയ്ക്കുക. അത് നമുക്ക് പിന്നെ നടാം. ഇനി ചട്ടിയിൽ നടാം. ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടു വെക്കാം.
കേട്ടോ ഞാനിവിടെ നൈസായിട്ടായിരിക്കും, തീരെ കനം കുറച്ചായിരിക്കും. ഇപ്പോൾ നല്ല വെയിലുണ്ട്, ടെറസിൽ കൊണ്ട് ഇട്ടാൽ മതി. കേട്ടോ ഇത്രയും കിട്ടിയേ. ഇനിയിപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ പാത്തിലൊന്നേ കാണുള്ളൂ. കണ്ടോ ഇത്ര ഉണ്ട്. ഇനി വെയിലത്ത് കൊണ്ടിട്ട് ഉണങ്ങാം. നല്ല വൃത്തിയാക്കിയ ഒരു കോട്ടൺ തുണിയെ വിരിച്ചിടാം. അപ്പോൾ മണ്ണും മണലും ഒന്നും പറ്റിയല്ല, ടെറസിൽ കരടൊന്നും പറ്റിയല്ലോ. ടെറസിൽ കൊണ്ട് നല്ല വെയിലുണ്ട്, അവിടെ കൊണ്ട് വിരിച്ചിടാം. കണ്ടോ നല്ലപോലെ നിരത്തിയിട്ടു. കണ്ടോ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത്ര ആയി, തീരെ കുറഞ്ഞു. കണ്ടോ 2.5 ദിവസം ഉണങ്ങിയുള്ളൂ. 5 ദിവസമൊക്കെ ഉണങ്ങണം കട്ടിയുണ്ടെങ്കിൽ. ഇത് ഞാൻ തീരെ നൈസായിട്ടാണ്, അതുകൊണ്ട് നൈസായിട്ട് അരിഞ്ഞുകൊണ്ട് 2.5 ദിവസം ഇട്ടേ ഉള്ളൂ. അപ്പോഴത്തോന്നും പൊടിയാറായി. മിക്സിയിൽ ഇനി പൊടിച്ചെടുക്കാം. ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് കടയിൽ കൊണ്ട് പൊടിക്കാം. ഞങ്ങൾക്ക് ഇച്ചിരിയേ ഉള്ളൂ. കണ്ടോ പൊടിച്ചു. ഇനി 2-3 പ്രാവശ്യം കൂടെ പൊടിച്ചെടുക്കണം, എന്നാലേ തരിയില്ലായിരിക്കുള്ളൂ. ഉണ്ടോ നല്ല കളറല്ലേ. പൊടിക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, നല്ല മണം വരുന്നുണ്ട്. കണ്ടോ നല്ല കളറും ഉണ്ട്. ഇതെങ്ങനെ 2-3 പ്രാവശ്യം പൊടിക്കണം, അപ്പം തരിയൊന്നും കാണാനില്ല. ഇത് മേടിക്കുന്ന മഞ്ഞൾ ഇച്ചിരി കളർ കുറവാണ്. നമ്മൾ മേടിക്കുന്നതിന് നല്ല നമ്മൾ ഉണ്ടാക്കുന്നതിന് നല്ല കളറ്. അവർ പുഴുങ്ങി ഉണങ്ങുന്നതിൻ്റെ കളർ മാറുന്നതായിരിക്കും.